ചിക്കൻ വെച്ചൊരു ഗീ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പട്ടയും പെരിഞ്ജീരകവും, 1 സ്പൂൺ മല്ലിസീഡ്, 4-5 പീസ് ഏലക്ക, ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകം, തക്കോലം, 4-5 പീസ് ഗ്രാമ്പു. ഇതിനെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും ചെറിയ രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്, കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത്യാവശ്യം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. തൈര് 1 സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമായിട്ട് ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ ഒരു 1.5 ചെറിയ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, പച്ചമണം മാറുന്നത് വരെ. ഒരു 10 പീസ് ചുവന്നുള്ളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കഷ്ണം സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് വാടാൻ വേണ്ടി നമ്മൾ ലേശം ഉപ്പ്, നമുക്ക് 1-2 കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള മസാലയും കൂടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. 1 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ തൈര് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് നല്ല ഡ്രൈ ആയി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സെറ്റായി. നിങ്ങൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ രീതിക്ക് ഉണ്ടാക്കിയ അങ്ങനെയാണ്.